മാറ്റുവയ്ക്കരുത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വനിതവനത്തിൽ വന്നിരിക്കുകയാണ്. ഭരതനാട്യം രണ്ടാം ഭാഗമായിരുന്ന മോഹിനിയാട്ടം എന്ന സിനിമയാണ് 12:30 ഷോ. ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയെന്ന് പറയാനാണെങ്കിൽ ഒരു ഒരു കിഡിലൻ ഔട്ട് ഡാർക്ക് കോമഡി പടം എന്ന് പറയാം. എന്താ പറയുക, ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് ഭരതനാട്യം എന്ന സിനിമ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ പറയാം, ഭരതനാട്യം എന്ന സിനിമ നിങ്ങൾ എന്തായാലും കാണാം. അതൊരു ഫീൽ ഗുഡ് ഇമോഷണൽ അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള ഒരു ഫാമിലി പടമായിരുന്നു. എന്നാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടായ മോഹിനിയാട്ടം ഇതെന്താ പറയുക, ഈ സിനിമ കണ്ട എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു പക്ക ജനറൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആദ്യ ഭാഗം നമ്മൾ ഫീൽ ഗുഡ് ഇമോഷണലി കാണിച്ചെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ അതായത് ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഫുള്ളി നമ്മളെ ചിരിപ്പിച്ചു, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ചിരിപ്പിച്ചൊരു ലെവലിൽ എന്നെ എത്തിച്ചെന്ന് പറയാം. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ആദ്യ പകുതി നല്ല കോമഡി, അത്യാവശ്യം പിന്നെ അല്പം ഇച്ചിരി ത്രില്ലിങ് അടുപ്പിച്ച രീതിയിൽ നല്ലൊരു ആദ്യ പകുതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ രണ്ടാം പകുതി അതിനേക്കാളും കുറച്ചുകൂടി മികച്ചു നിന്ന് ഞാൻ എടുത്ത് പറയാം. ഒരു കോമഡിയും അതുപോലെ ഈ സിനിമയിലെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സൈജു കുറുപ്പും സുരാജ് ഏട്ടനും പിന്നെ കൂടാതെ ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സ് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പിൻ്റെ 150ാമത്തെ സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. പുള്ളി ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ സുരാജ് ഏട്ടന് ഒരു സൈഡ് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. അതായത് പുള്ളിനകത്ത് എന്താ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി തോന്നും പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ആയിട്ട് തോന്നുന്നത്. എന്നാൽ പുള്ളിക്ക് കൊടുത്ത ഏത് റോളും പുള്ളി വളരെ നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അതുപോലെ തന്നെ കാണാൻ കഴിഞ്ഞു. പുള്ളി ഒരു സൈഡിൽ പുള്ളി വളരെ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും കൂടുതൽ കിടിലൻ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയണം, ബേബി ജി എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. അത് ആലപ്പുഴ ജിങ്കാൻ എന്ന സിനിമയിൽ അഭിനയിച്ച കക്ഷിയാണ്, നസ്രീൻ്റെ ഒരു ഫ്രണ്ടായിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയറിയാം. പുള്ളിക്ക് ഒരു വൻ പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് കോമഡി സീനാകുമ്പോൾ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ ഒരു ടൈമിങ്ങും ഒക്കെ തിയേറ്ററിൽ എല്ലാവരും ചിരിച്ചു മാറിയായിരുന്നു. ഞാനടക്കം ഒരുപാട് പേര് ചിരിച്ചു മാറിയായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഒരു ഫൺ കോമഡി എന്ന് പറയാൻ കഴിയില്ല, ഒരു ഡാർക്ക് ഹ്യൂമർ രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ് മോഹിനിയാട്ടം എന്ന സിനിമ. മൊത്തത്തിൽ എനിക്കത് വർക്കായി ഈ സിനിമ. ആദ്യ പകുതിയേക്കാളും നല്ല മികച്ചെന്നൊരു രണ്ടാം പകുതി. ഒപ്പം നല്ല കൈയടിച്ച് ഇറങ്ങാൻ കഴിയുന്ന നല്ലൊരു കിടിലൻ ക്ലൈമാക്സ് തന്നെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയുടെ മ്യൂസിക് വർക്കും BGM-ഉം അതുപോലെ ടെക്നിക് സൈഡൊക്കെ എല്ലാം പതിവ് പോലെ മികച്ചു നിന്ന്. ആദ്യ ഭാഗം ആക്ച്വലി ഈ സിനിമയുടെ ആദ്യ ഭാഗം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എന്നത് OTT വന്ന ശേഷമാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിന് അത്രയും വലിയൊരു അപ്രിസിയേഷൻ അന്ന് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു കുറവ് എന്തായാലും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇത് എന്തായാലും ഡിസർവ് ചെയ്യണം. ഈ പടം എന്തായാലും തിയേറ്ററിൽ ഹിറ്റാവുന്ന 100% ഉറപ്പ് ഞാൻ തരാണ്. അത്ര നല്ലൊരു ഔട്ട് ഡാർക്ക് കോമഡി പടം എന്ന് ഞാൻ പറയാം. മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യ ഭാഗത്തേക്കാളും കുറച്ചുകൂടി മികച്ചെന്ന രണ്ടാം ഭാഗം. ഇറ്റ്സ് എ പെർഫെക്റ്റ് സീക്വൽ ഫോർ ഭരതനാട്യം. എനിക്ക് അത്ര ഞാൻ പറയാനുള്ളൂ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ എന്തായാലും ഈ വെക്കേഷനും വാഴ 2-ൻ്റെ ഒപ്പം തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു സിനിമയും കൂടി ടിക്കറ്റ് എടുത്ത് കാണാൻ കഴിയുന്ന ഒരു പടമായിരിക്കും. തിയേറ്ററിൽ മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മോഹിനിയാട്ടം എന്ന് 100% എടുത്ത് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണാം. പിന്നെ ഒരു കാര്യം, സിനിമ കാണുന്ന മുമ്പ് നിങ്ങൾ ഭരതനാട്യം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ പടം കയറി കാണാവൂ. കാരണം ഇതിൽ അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ ഇത് പോയി ടിക്കറ്റ് എടുത്ത് പോയി ഈ അവധിക്കാലത്ത് എന്തായാലും കുട്ടികളുമായിട്ട് ഫാമിലിയായിട്ട് പോയി വാഴ 2-നൊപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു സിനിമയും കൂടി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മോഹിനിയാട്ടം എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.5ആണ്. അപ്പോൾ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ കേട്ടിട്ട് വരാം. അതായിരിക്കും.